സെലക്ഷൻ സ്റ്റൈലുകൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെലക്ഷൻ ടൈപ്പുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാം, അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ സെയിം പ്രോപ്പർട്ടീസ് തന്നെ ഇവിടെ കിടപ്പുണ്ട്. സോ ഞാൻ ഈ ഓപ്ഷൻ ബാറിൽ നിന്നാണ് പറയാൻ പോകുന്നത്. സോ ന്യൂ ലെയർ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഇവിടെ ന്യൂ ലെയർ ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ എത്ര ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം എന്താണ്? പുതിയ ലെയറിലായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. സോ നോക്കുക, ഞാൻ ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു, ഇതുണ്ടോ ഇവിടെ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, സോ അതുപോലെ ഓരോ ഷേപ്പും പുതിയ ലെയറുകളിലാണ് ക്രിയേറ്റ് ചെയ്ത് വരുള്ളൂ. ഏത് ആക്ടിവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ? ന്യൂ ലെയർ ആക്ടിവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. സോ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? കമ്പൈൻ ഷേപ്സ് ആണ്. കമ്പൈൻ ഷേപ്സ്. ഇനി ഞാൻ കമ്പൈൻ ഷേപ്സ് ഞാൻ ടിക്ക് ഓൺ ചെയ്തു. അതിനുശേഷം ഞാൻ വേറൊരു റെക്ടാങ്കിളും കൂടെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് കണ്ടോ? സോ ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ രണ്ട് ഷേപ്പും കൂടെ എന്താണ്? കമ്പൈൻ ചെയ്താണ് വന്നേക്കുന്നത്. സോ അതാണ് എന്ത്? കമ്പൈൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ സെപ്പറേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്ത് വരില്ല, ആ ഒറ്റ ലെയർ തന്നെയായിരിക്കും ബാക്കിയുള്ള ഷേപ്സും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഷേപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഷേപ്പിനകത്തേക്ക് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ്. ഓക്കെ, സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും എന്താണെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പുതിയൊരു റെക്ടാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ ലെയർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടേക്കുവാണ്. അതിനുശേഷം ഈ ലെയറുകളിൽ ഒന്നും തന്നെയും സെലക്ഷൻ ഒന്നുമില്ല, ഒരു ലെയറും ഇവിടെ സെലക്ട് ആയിട്ടില്ല, ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയൊരു ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു തന്നു. ഇവിടെ ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുന്നത് എന്താണ്? സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് ആണ്. സോ ഞാൻ സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് ടിക്ക് ഓൺ ചെയ്തിട്ട് അടുത്ത ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു എലിപ്സ് ഷേപ്പ് ആണ്. എല്ലാം പറയുന്നുണ്ട്, ഞാൻ ഈ പ്രോപ്പർട്ടീസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഷേപ്പുകളെല്ലാം എടുക്കുന്നത്. അതായത് നമ്മൾ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്ത ഷേപ്പ് വെച്ച് ബാക്കിലത്തെ ഷേപ്പ് എന്തായി പോയി? സബ്ട്രാക്ട് ആയി പോയിട്ടുണ്ട്. സോ അതാണ് എന്ത്? സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഇന്റർസെക്ട് ഷേപ്പ് ഏരിയാസ്. ഇന്റർസെക്ട് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ നോക്കുക, ഞാൻ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, റെക്ടാങ്കിൾ ഷേപ്പ് തന്നെയാണ്. ഓക്കെ, സോ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റർസെക്ട് ഷേപ്പ് ഏരിയാസ് കൊടുത്തിട്ട് ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻസിൽ ഈ രണ്ട് ഷേപ്പിന്റെ കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ രണ്ട് ഷേപ്പിന്റെ കോമൺ ആയിട്ട് വരുന്ന, ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റെക്ടാങ്കിളിന്റെയും രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റെക്ടാങ്കിളിന്റെയും കോമൺ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു പോർഷൻ ആണ്. സോ അതാണ് എന്ത്? ഇന്റർസെക്ട് ഷേപ്പ് ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് ഷേപ്സ്. ഓക്കെ, എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് ഷേപ്സ് ഞാൻ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പിടികിട്ടും, അതായത് എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് ഷേപ്സ് എന്താണെന്നുള്ളത്. സോ ഞാനിവിടെ എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് ഷേപ്സ് ടിക്ക് ഓൺ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഓൾറെഡി ടിക്ക് ഓൺ ചെയ്തിട്ടേക്കുന്നത് ഏതാണ്? ഇന്റർസെക്ട് ഷേപ്പ് ഏരിയാസ് ആണ്. സോ ഞാൻ അവിടെ എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് ഷേപ്സ് ഞാൻ ടിക്ക് ഓൺ ചെയ്തു. ടിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ? രണ്ടിന്റെ കോമൺ ഏരിയ അവിടുന്ന് റിമൂവ് ആയിപ്പോയി. അതായത് ഇന്റർസെക്ട് ഷേപ്പ് ഏരിയാസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ പോർഷൻ ഏതാണോ ആ ഏരിയ അവിടുന്ന് എന്തായി പോയി? റിമൂവ് ആയി പോയി. സോ അതാണ് എന്ത്? എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് ഷേപ്സ് എന്ന് പറയുന്നത്. രണ്ടിന്റെ കോമൺ ഏരിയ അവിടുന്ന് റിമൂവ് ആയി പോകും. ഇനി നമുക്ക് അടുത്ത് നോക്കാം, മെർജ് ഷേപ്പ് കോമ്പോണൻസ്. മെർജ് ഷേപ്പ് കോമ്പോണൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഞാനിവിടെ മെർജ് ഷേപ്പ് കോമ്പോണൻസ് കൊടുക്കുകയാണ്. മെർജ് ഷേപ്പ് കോമ്പോണൻസ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ട് ഷേപ്പ് കൂടെ മെർജായി ഒരു ലൈവ് പാത്തിലേക്ക് അത് ചേഞ്ച് ആവും. സോ അതാണ് എന്ത്? മെർജ് കമ്പോണൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ ഷേപ്പ് ഓപ്ഷൻസ് വരുന്നത്. സോ ഇനി നമുക്ക് ബാക്കിയുള്ള ടൂളിലേക്ക് പോകേണ്ടതുണ്ട്. സോ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? റെക്ടാങ്കിൾ ടൂൾ ആണ് അല്ലെ? റെക്ടാങ്കിൾ ടൂളും അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും ആണ് നമ്മളിപ്പം ഇവിടെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടൂൾ നോക്കാം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചത് റെക്ടാങ്കിൾ ടൂൾ ആയിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയാം. റെക്ടാങ്കിൾ ടൂളിന്റെ കോർണർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷാർപ്പ് അല്ലെങ്കിൽ ലീനിയർ കോർണറൈസ് ആയിരിക്കും. റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂളിന്റെ കോർണർ എങ്ങനെയായിരിക്കും? ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ കണ്ടോ, ഒരു റൗണ്ട് ഷേപ്പ് വന്നേക്കുന്നുണ്ടോ? ഈ 4 എഡ്ജും റൗണ്ട് ഷേപ്പിലേക്ക് വന്നിട്ടില്ലേ? സോ അതാണ് എന്ത്? റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ എന്ന് പറയുന്നത്. അതിന്റെ സെറ്റിംഗ്സ്, മോഡിഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ കുറച്ച് മുമ്പുള്ള സെക്ഷനിൽ പഠിച്ചത് തന്നെയാണ് ഇതിനകത്തും വരുന്ന പ്രോപ്പർട്ടീസ്. സോ ഞാനിനി ഓരോ ടൂളുകളായിട്ട് പറഞ്ഞു പോവാണ്. കാരണം പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയതുകൊണ്ട് ഇനി ഓരോന്നിനെ എടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. സോ ഇനി അടുത്ത് നോക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് എലിപ്സ് ടൂൾ അല്ലെ?
എലിപ്സ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു പക്ക സർക്കുലർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എലിപ്സ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഓപ്പറേഷൻസ് ചേഞ്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. സോ ഞാൻ ഓപ്പറേഷൻസ് മാറ്റുവാണ്, കമ്പൈൻ ഷേപ്സ് കൊടുക്കുകയാണ്. സോ ഇതാണ് എന്താ എലിപ്റ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരിക, എലിപ്സ് ടൂൾ എടുക്കുക, ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, നമുക്കൊരു എലിപ്സ് ഷേപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു സർക്കുലർ ഷേപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? സെലക്ഷൻ ടൂളിൽ നമ്മൾ പഠിച്ചതാണ്, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക അല്ലെ. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ ഒരു സർക്കുലർ ഷേപ്പ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൂൾ നോക്കാം. ഏതാണ്? പോളിഗൺ ടൂൾ. ഓക്കെ, അതൊരു പോളിഗണൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. സോ ഇതാണ് എന്താ പോളിഗൺ ടൂൾ എന്ന് പറയുന്നത്. ഈ പോളിഗൺ ടൂളിന്റെ സൈഡ്സ് എല്ലാം നമുക്ക് ഇവിടെ മുകളിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സൈഡുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഞാനിപ്പം 8 ഇട്ട് കൊടുക്കണമെങ്കിൽ 8 ഇട്ട് കൊടുക്കുക. ഇവിടെ 8 എൻ്റർ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. സോ നമുക്ക് 8 എഡ്ജുകളുള്ള ഒരു പോളിഗൺ കിട്ടും. സോ സൈഡുകൾ നമുക്ക് മുകളിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ദെൻ അതുപോലെ തന്നെ ലൈൻ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ലൈൻ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. സിമ്പിൾ, നമുക്കൊരു ലൈൻ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൈൻ ടൂള് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഫില്ലും വരും, സ്ട്രോക്കും വരും. സോ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് ഫില്ല് നമുക്ക് ആവശ്യം വരില്ല, ഫില്ലിങ് ഓഫ് ചെയ്തിടുക. നമുക്ക് ആവശ്യം വരുന്നത് എന്താണ്? സ്ട്രോക്ക് ആണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ. സോ സ്ട്രോക്ക് അസൈൻ ചെയ്യുക, അതിന്റെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് എന്ത് നമ്മുടെ ലൈൻ ടൂള് വരുന്നത്. അടുത്തത് എന്താണ്? കസ്റ്റം ഷേപ്പ് ടൂൾ. കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഷേപ്പുകൾക്കെല്ലാം ഒരു പ്രോപ്പർ ഷേപ്പ് ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ റെക്ടാങ്കിളിൻ്റെതായ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു, എലിപ്സിൻ്റെതായ ഷേപ്പ് ഉണ്ടായിരുന്നു. സോ നമുക്കിതൊന്നും അല്ലാതെ കുറച്ച് കസ്റ്റം ഷേപ്പ് ടൂൾസ് ഉണ്ട്. അതാണ് ഈ കസ്റ്റം ഷേപ്പ് ടൂളിൽ വരുന്നത്. സോ കസ്റ്റം ഷേപ്പ് ടൂൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷൻ ബാറിൽ ഏറ്റവും അവസാനമായിട്ട് കസ്റ്റം ഷേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് വരും, കണ്ടോ, ഈ ഒരു പോർഷനിൽ. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഷേപ്സ് കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനൊന്ന് ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ഡിസൈനിലെ മെയിൻ കണ്ടന്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു കാരണവശാലും ഈ കസ്റ്റം ഷേപ്പ് ആയിരിക്കരുത്. ഇതൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലും ചെറുതായിട്ട് ചെറിയൊരു ഡിസൈനിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കസ്റ്റം ഷേപ്പ് യൂസ് ചെയ്യുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ ഡിസൈനിന്റെ മെയിൻ പോർഷൻ ആയിട്ട് ഈ കസ്റ്റം ഷേപ്പ് യൂസ് ചെയ്യരുത്. കാരണം ഇത് ഓൾറെഡി അവർ സ്റ്റോക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. നമ്മുടേതായ ക്രിയേറ്റിവിറ്റി ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. കുറേ കസ്റ്റം ഷേപ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ എല്ലാം സ്ട്രോക്ക് ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ഫില്ല് ഓഫ് ആണ്. സോ ഞാൻ ആ സ്ട്രോക്കിങ് ഓഫ് ചെയ്തിട്ട് ഫില്ല് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എന്ത് കസ്റ്റം ഷേപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഷേപ്പ് ടൂൾസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൽ പ്രത്യേകിച്ച് ഞാനൊരു പ്രാക്ടീസ് സെക്ഷൻ നിങ്ങൾക്ക് തരുന്നില്ല. കാരണം നിങ്ങൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷനിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ പെൻ ടൂളിന്റെ പ്രാക്ടീസ് സെക്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പഠിച്ചോണം. കാരണം ഇത് ഷേപ്പ് ടൂളിനകത്ത് തന്നെ വരുന്നതാണ് പെൻ ടൂൾ എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനുമായിട്ട് കാണാം. താങ്ക് യു.